ശ്രീനിവാസൻ 2 മക്കളാണ്. മൂത്തവൻ വിനീത് ശ്രീനിവാസൻ, ഇളയയാൾ ധ്യാൻ ശ്രീനിവാസൻ. ഇന്ന് ധ്യാൻ്റെ പിറന്നാൾ ദിവസവും കൂടിയാണ്. അതായത് ഇളയ മകൻ്റെ പിറന്നാൾ ദിവസത്തിലാണ് ശ്രീനിവാസൻ ഈ ലോകത്തോട് വിട പറയുന്നത് എന്നതും കൂടി പറയട്ടെ. ധ്യാനെ സംബന്ധിച്ചിടത്തോളം ധ്യാന് സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ധ്യാനം സംസാരിക്കുന്നത് ഈ അഭിമുഖങ്ങളിലൂടെ വന്ന് വൈറലായ ധ്യാൻ ശ്രീനിവാസനായിരിക്കും. ഒരുപക്ഷെ ധ്യാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ സിനിമകൾ ഹിറ്റാവുന്നതിനേക്കാൾ കൂടുതൽ തന്നെ പ്രേക്ഷകരും ഈ ലോകവും തന്നെ ഏറ്റവും കൂടുതൽ ചിരിക്കുകയും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ചെയ്യുന്നത് ധ്യാൻ്റെ അഭിമുഖങ്ങളായിരിക്കും. ആ ധ്യാൻ്റെ അഭിമുഖങ്ങൾ ഏറ്റവും കൂടുതൽ വൈറലാകാനും ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടാനുമുള്ള കാരണം ധ്യാൻ തൻ്റെ ജീവിതകഥകളെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. ആ ജീവിതകഥകളിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് തൻ്റെ അച്ഛനുമായിട്ടുള്ള ഓർമ്മകളും തൻ്റെ ചേട്ടനുമായിട്ടുള്ള ഓർമ്മകളും തൻ്റെ അമ്മയുമായിട്ടുള്ള ഓർമ്മകളും തന്നെയാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ധ്യാൻ സംസാരിക്കുന്നത് തൻ്റെ അച്ഛനുമായിട്ടുള്ള ഓർമ്മയാണ്. ധ്യാൻ ജനിച്ച ദിവസമായ ഇന്ന് ശ്രീനിയേട്ടൻ ലോകത്തോട് വിട പറയുമ്പോഴേക്കും അതിനകത്തുമുണ്ട് ഒരു കാവ്യനീതിയോ അല്ലെങ്കിൽ ഈ ലോകത്തിനെന്തോ സംസാരിക്കണമെന്ന് പറയുന്നതൊക്കെ തന്നെ. ഒരുപക്ഷെ ധ്യാനും ശ്രീനിയും തമ്മിലുള്ള ഏറ്റവും അടുപ്പത്തിലുള്ള കാര്യവും അത് തന്നെയായിരിക്കും. ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മക്കൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ധ്യാനുമാകാം വിനീതുമാകാം എന്ന് ഒരു അഭിമുഖത്തിൽ ഒരു സ്ത്രീ പറയുമ്പോൾ ധ്യാൻ പറയുന്നത് ഇവർ രണ്ടും എൻ്റെ മക്കളല്ലായിരിക്കും എന്നായിരിക്കും ശ്രീനിവാസൻ്റെ മറുപടി എന്നുള്ളത്. കാരണം അങ്ങനെയുള്ള മറുപടികളാണ് ശ്രീനിവാസൻ നൽകാറുള്ളത്. പെട്ടെന്നുള്ള മറുപടികൾ, വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള മറുപടികളൊക്കെയാണ് ശ്രീനിവാസൻ നൽകാറുള്ളത്. ധ്യാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും തൻ്റെ അച്ഛനെക്കുറിച്ചാണ്. അഭിമുഖങ്ങളിൽ ഏറ്റവും കൂടുതൽ വാചാലനാകുന്നതും തൻ്റെ അച്ഛനെക്കുറിച്ചാണ്. ധ്യാൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയിലും നയൻതാരയുടെ അച്ഛനായിട്ടാണ് ശ്രീനിവാസൻ അഭിനയിക്കുന്നത്. ഒരുപക്ഷെ ഈ ചെറിയ ലോകവും വലിയ മനുഷ്യനും എന്ന ശ്രീനിവാസൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയുണ്ട് ടെലിവിഷനിൽ. ആ സമയത്ത് ധ്യാൻ ശ്രീനിവാസൻ വളരെ കുഞ്ഞാണ്. ധ്യാൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായ കാഴ്ചയും നമുക്കറിയാം. ആ കുടുംബം തന്നെ വളരെ രസകരമായിട്ടൊരു കുടുംബമായിട്ട് പലപ്പോഴും മലയാളി പ്രേക്ഷകർക്ക് അറിയാം. ഒരു തുറന്ന കുടുംബമാണ്, ഒരു തുറന്ന പുസ്തകം പോലെയുള്ളൊരു കുടുംബവും കൂടിയാണത്. കാരണം അന്ന് മുതൽ തന്നെ വിനീതും ധ്യാനും വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ ടെലിവിഷൻ സ്ക്രീനിലേക്ക് പ്രത്യക്ഷപ്പെടുന്നൊരു കാഴ്ച മലയാളി പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. അന്ന് മുതൽ തന്നെ ഇവരുടെ ജീവിതം എങ്ങനെയാണ് ഇവരുടെ ദിനചര്യങ്ങൾ, എത്രമാത്രം ഫ്രീഡത്തോടു കൂടിയാണ് അച്ഛനും മക്കളും തമ്മിലുള്ള സംഭാഷണങ്ങൾ പോകുന്നതെന്നുള്ള നമ്മൾ കണ്ടിട്ടുണ്ട്. അച്ഛനോട് തറുതലാന്നോ തോന്നിവാസോ എന്നൊക്കെ അന്നൊക്കെ വിളിക്കപ്പെടാൻ പറ്റുന്നൊരു കാര്യം. പക്ഷെ അതങ്ങനെയല്ല. വളരെ ഫ്രീഡം കൊടുക്കുന്ന ഒരു അച്ഛൻ. എന്ത് കാര്യമുണ്ടെങ്കിലും വ്യക്തമായും സ്പഷ്ടമായും മുഖത്ത് നോക്കി പറയണമെന്ന് പഠിപ്പിച്ച അച്ഛനായിരുന്നു ശ്രീനിവാസൻ എന്നത് ധ്യാൻ്റെ അഭിമുഖങ്ങളിൽ നിന്നും വിനീതിൻ്റെ അഭിമുഖങ്ങളിൽ നിന്നും വ്യക്തമാണ്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയണം, അത് ആരുടെ മുഖത്ത് നോക്കിയായാലും പറയണം എന്നുള്ളത് തന്നെയാണ് തൻ്റെ അച്ഛൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് ധ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതങ്ങളൊക്കെ തന്നെ വിനീതും ധ്യാനും ഇന്ന് സുപ്രധാനങ്ങളാണ്. വിനീത് ശ്രീനിവാസൻ ബഹുമുഖ പ്രതിഭയാണ്, ലിറിസിസ്റ്റാണ്, പാട്ടുകാരനാണ്, സംവിധായകനാണ്, നടനാണ്, ഗാനരചയിതാവാണ്, മ്യൂസിക് കമ്പോസറാണ്. അങ്ങനെ പല രീതിയിലും നമ്മൾ വിനീത് ശ്രീനിവാസനെ അറിയുമ്പോൾ ധ്യാൻ ശ്രീനിവാസൻ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ്, ഒരു ഇൻ്റർവ്യൂ സ്റ്റാറാണ്. അല്ലെങ്കിൽ ധ്യാനെ സ്വന്തം മകനെപ്പോലെ ഇന്നും എത്രയോ മലയാളി കുടുംബ പ്രേക്ഷകർ ധ്യാനെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ വിനീതിനെയും ധ്യാനിനെയും സ്വന്തം മക്കളെപ്പോലെ സ്നേഹിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇന്നും നമ്മുടെ ചുറ്റുമുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ധ്യാൻ്റെ അഭിമുഖത്തിൽ വന്ന് സംസാരിക്കുന്ന കാര്യം ധ്യാനെ ഇങ്ങനെ വളർത്തിയ ശ്രീനിവാസന് കൊടുക്കണം ഒരു വലിയ സല്യൂട്ട് എന്നതാണ്. അതായത് എന്ത് കാര്യമുണ്ടെങ്കിലും സംസാരിക്കുക, തുറന്ന് സംസാരിക്കുക, എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന ആളെ ഹേർട്ട് ചെയ്യാതിരിക്കുക എന്നതും. ധ്യാൻ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്ക് ഇത്രയും സിനിമകൾ പരാജയപ്പെട്ടിട്ടും എനിക്ക് എന്തുകൊണ്ടാണെന്നറിയോ ഇത്രയും അധികം സിനിമകൾ കിട്ടുന്നത്, അത് ഞാൻ ആരെയും വെറുപ്പിക്കാത്തത് കൊണ്ടാണ് എന്നത്. ആ വെറുപ്പിക്കാത്തത് തനിക്ക് അച്ഛനിൽ നിന്ന് കിട്ടിയ ശീലമാകാം. ഒരു പക്ഷേ അങ്ങനൊരു അച്ഛനെ കിട്ടിയത് കൊണ്ടും അങ്ങനെയാണ് അച്ഛനെ വളർത്തിയതെന്നുകൊണ്ടും അച്ഛൻ ഞങ്ങളെ വളർത്തിയത് അങ്ങനെയാണെന്നും ഒക്കെ ധ്യാൻ പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ ദിവസം ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ വൈകാരികമായ ഇമോഷണൽ ദിവസമാണ്. ധ്യാൻ വളരെ ലേറ്റായിട്ടാണ് അച്ഛനെ കാണാൻ വേണ്ടി എത്തുന്നത്. വിനീതും വന്നതിന് ശേഷം ഒക്കെയാണ് എത്തുന്നത്. കണ്ടപാടെ ആ ഭൗതിക ശരീരത്തിലേക്ക് നോക്കി നിന്ന് ധ്യാൻ തൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് വളരെ ഇമോഷണലായിട്ട് കരഞ്ഞു പോകുന്ന ധ്യാനം നമ്മൾ കാണുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് വളരെ ഹേർട്ട്ഫുൾ ആവുന്നതെന്ന് പറഞ്ഞു ചോദിച്ചാൽ ഈ കുടുംബം തന്നെ നമുക്ക് വളരെയധികം വേണ്ടപ്പെട്ടൊരു കുടുംബവും കൂടി ആയതുകൊണ്ടാണ്. ഒരു സ്റ്റാർഡം എന്നുള്ള രീതിയിലല്ല വിനീതിനെയോ ധ്യാനെയോ ശ്രീനിവാസനെയോ നമ്മൾ കണ്ടിരിക്കുന്നത്. വളരെ വളരെ ഒരുമിച്ചുള്ളൊരു കുടുംബമായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരുടെ മെമ്മറീസ്, ഓർമ്മകൾ, ഇപ്പം പല
പല സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ധ്യാനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെയൊക്കെ ജീവിതം വളരെയധികം ദുഷ്കരമാവുന്ന സമയത്ത് ഞങ്ങൾ ധ്യാൻ്റെ അഭിമുഖം എടുത്ത് കാണാറുണ്ട്. അതിൽ ധ്യാൻ ശ്രീനിച്ചേട്ടനെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിലുള്ളൊരു ബന്ധം വളരെയധികം സ്ട്രോങ് ആയിരുന്നു. ഈ ധ്യാൻ ശ്രീനിവാസൻ തമ്മിലുള്ളൊരു ബന്ധം അതൊരു അച്ഛൻ മകൻ ബന്ധം മാത്രമായിരുന്നില്ല എന്നുള്ളത് അവർ പറയുന്ന സംഭാഷണങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ മലയാളി പ്രേക്ഷകർക്ക് കിട്ടുകയും ചെയ്യുന്നു. അത്രയും ഓപ്പണായിരുന്നു അവർ. അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഇവരുടെ അഭിമുഖങ്ങൾ കേൾക്കാൻ രസം, ധ്യാൻ ശ്രീനിവാസിനെ പറ്റി പറയുന്നത് കേൾക്കാൻ രസം. അങ്ങനെ ഉള്ളൊരു ബോണ്ടിങ് കാണാനും, അല്ലെങ്കിൽ ശ്രീനിവാസിനെ പോലൊരു ലെജൻഡറി ഫിലിം മേക്കർ, നമ്മുടെയൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു ലെജൻഡറി ഫിലിം മേക്കറായിരുന്ന വ്യക്തിയെ ധ്യാൻ വളരെ ഈസിനെസ്സോടുകൂടി നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ബന്ധം നമ്മുടെ മുന്നിൽ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷവും വലുതാണ്. അതുതന്നെയാണ് ഇന്ന് ശ്രീനിവാസൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ പോലും നമുക്ക് സംസാരിക്കാനുമുള്ളത്. ആ ഒരു കുടുംബത്തെക്കുറിച്ചും അവർ പങ്കുവെച്ച ഓർമ്മകളെക്കുറിച്ചും ധ്യാൻ എന്ന നടനെക്കുറിച്ചും. ധ്യാൻ്റെ പിറന്നാൾ ദിനവും കൂടിയാണ് ഇന്ന്. ഞാൻ ആദ്യം പറയാനുള്ളൊരു കാരണവും കൂടി അതാണ്. അങ്ങനെയുള്ളൊരു ലെജൻഡറി ഫിലിം മേക്കർ, ഒരു ലെജൻഡറി റൈറ്റർ, നമ്മൾ ഉറപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ട് ശ്രീനിവാസിനെ പറ്റി ഒരുപാട് മാധ്യമങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പോലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റോറി ചെയ്യും. പക്ഷേ ഇപ്പോൾ നടക്കുന്നൊരു മുഹൂർത്തം വെച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം ഉള്ളിൻ്റെ ഉള്ളിൽ നിറയുന്നൊരു കാഴ്ച തന്നെയാണ്. അത് മലയാള സിനിമയ്ക്ക് നഷ്ടമെന്നത് പല താരങ്ങൾ ഉൾപ്പെടെ മരണപ്പെടുമ്പോൾ പോലും മലയാള സിനിമയ്ക്ക് നഷ്ടമാണെന്നൊക്കെ നമ്മൾ വാക്കാൽ പറയാറുണ്ടെങ്കിൽ പോലും മലയാള സിനിമയെ റീഡിഫൈൻ ചെയ്തൊരു മനുഷ്യനാണ് ശ്രീനിവാസൻ. മലയാള സിനിമയ്ക്ക് അന്ന് വരെ സംസാരിക്കാത്ത പ്രമേയങ്ങൾ നർമ്മ രൂപേണയും സീരിയസ് രൂപേണയും സംസാരിച്ച വ്യക്തിയാണ് ശ്രീനിവാസൻ. അത് ഒരു പുതിയ വാതിലായിരുന്നു, പലർക്കും സിനിമയിലേക്കുള്ളൊരു വാതിലായിരുന്നു. ഇന്ന് മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഒരു പറ്റം യുവ ജനറേഷനുണ്ട്. അവർക്കൊക്കെ സിനിമയിലേക്കുള്ളൊരു വാതിൽപ്പടി കൊടുത്തത് ശ്രീനിവാസനാണ്. അതിനകത്ത് ആർക്കാണ് ഇവിടെ തർക്കിക്കാനുള്ളത്? ഒറ്റ മനുഷ്യനും ഇവിടെ തർക്കിക്കില്ല. അദ്ദേഹം ചെയ്തു വെച്ച സിനിമകൾ കൾട്ട് ക്ലാസിക്സ്. ഇന്ന് ടി വിയിൽ വന്നാൽ നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആ ചാനൽ മാറ്റുമോ? ഇന്ന് റിലീസാവുന്ന ഏറ്റവും പുതിയ സിനിമകളാണോ, അതോ നിങ്ങളൊരു ശ്രീനിവാസൻ സിനിമയാണോ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ രാത്രി ആഹാരം കഴിക്കുമ്പോഴോ ടെലിവിഷനിൽ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയില്ലേ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ശ്രീനിവാസൻ സിനിമകളാണെന്ന്? ആരെങ്കിലും പറയുമോ ഞങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടൊരു സിനിമ കാണാനാണ് ആഗ്രഹം എന്നുള്ളത്? അദ്ദേഹം 80-ലും 90-കളിലും 2000-ലുമൊക്കെ അദ്ദേഹത്തിൻ്റെ തൂലിക കൊണ്ട് അദ്ദേഹം എഴുതി വെച്ച സിനിമകളും ഓരോ സിനിമകൾക്കും ഓർത്ത് വയ്ക്കാനുള്ള കുറഞ്ഞതൊരു 10 രംഗങ്ങളെങ്കിലും ഉണ്ടാവും. സംഭാഷണങ്ങൾ, നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാചകങ്ങൾ, ഇതെല്ലാം ഒരുപക്ഷെ ഞാൻ ആവർത്തിക്കുന്നു, ധ്യാൻ ഇത്രയും കൂടുതൽ ജനപ്രിയനാക്കിയത് ഒരുപക്ഷെ ശ്രീനിവാസനായതുകൊണ്ടാണ്. അത് തന്നെയാണ് ശ്രീനിവാസൻ്റെ കഥകളാണ്. ശ്രീനിവാസൻ്റെ കഥകൾ, എങ്ങനെയാണ് ശ്രീനിവാസൻ ജീവിക്കുന്നത്, ശ്രീനിവാസനെ ട്രോളിക്കൊണ്ടുള്ള ധ്യാൻ്റെ എത്രയോ അഭിമുഖങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾക്ക് ലെജൻഡറി ആയിട്ട് കാണുന്ന ആൾ അയ്യോ ശ്രീനിവാസനെ കുറിച്ചാണോ ഇങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോൾ പോലും എൻ്റെ അച്ഛനെ പറ്റി ഞാൻ സംസാരിക്കുമെന്ന് ധ്യാൻ പറയുന്നത് നമ്മൾ എത്രമാത്രം കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഭയങ്കര ഇമോഷണലായിട്ടുള്ള വൈകാരികമായിട്ടൊരു ബോണ്ട്, അങ്ങനെയുള്ളൊരു ജീവിതം, അതുതന്നെയാണ് ഇന്നത്തെ ദിവസം വളരെ ഞെട്ടലോടുകൂടി മലയാളി പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. അവസാന നാളുകളിൽ ഒട്ടും വയ്യാതിരുന്ന ശ്രീനിവാസനാണ് നമ്മൾ കാണുന്നത്. സംസാരിക്കുമ്പോൾ ക്ലാരിറ്റി ഇല്ല, നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം സംസാരിക്കുന്നത് പോലും വളരെ വേദനയോടെ കേട്ടുകൊണ്ടിരുന്ന മലയാളികളുണ്ട്. കാരണം വാക്കുകളിൽ അത്രയും ക്രിസ്റ്റൽ ക്ലിയറായ, തൻ്റെ തൂലികയിൽ അത്രയും കൃത്യമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഓരോ വാക്കുകൾ അത്രയും റീഡിഫൈൻ ചെയ്തിരുന്ന ആ മനുഷ്യൻ അവസാന നാളുകളിൽ ഒരു വാക്ക് പറയാൻ പാടുപെടുന്നത് കണ്ട് വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പോൾ പോലും നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന എത്രയും വേഗം ആ മനുഷ്യനൊന്ന് ജീവിതത്തിലേക്ക് തിരികെ എത്തി അഭിനയിച്ച് വീണ്ടും തിരക്കഥകളൊക്കെ എഴുതണം എന്നുള്ളതായിരുന്നു. പക്ഷേ വളരെ വളരെ ഞെട്ടലോടെയാണ് നമ്മൾ ഇന്ന് രാവിലെ ആ വാർത്ത കേൾക്കുന്നതും. ഞെട്ടലോടെ തന്നെയാണ് ഓരോ മലയാളികളും ആ വാർത്ത കേട്ടത്. ഓർമ്മ വരുന്ന ഒരുപാട് സിനിമകൾ, സംഭാഷണങ്ങൾ, കൂട്ടുകെട്ടുകൾ എല്ലാം ഉണ്ട്. അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു, ശ്രീനിവാസൻ ഈ ലോകത്തോട് ഇവിടെ പറയുന്നില്ല. മലയാള സിനിമയുടെ അവസാന ശ്വാസം വരെ, മലയാള സിനിമ ശ്വസിക്കുന്ന അവസാന നാൾ വരെ ശ്രീനിവാസൻ്റെ കല ഇവിടെയുണ്ട്. അദ്ദേഹം ചെയ്തു വെച്ച സിനിമകളും ഇവിടെയുണ്ട്. മലയാള സിനിമ അവസാനിക്കുന്ന ദിവസം മാത്രമേ ശ്രീനിവാസനെ ലോകവും മറക്കുകയുള്ളൂ.